ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചാണ് കേട്ടോ. ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച്, ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച്. ഇതിൻ്റെ ഷോർട്ട് ഫോം വരുന്നത് TR എന്നാണ്. TR മീൻസ് ട്രിപ്പിൾ ക്രോഷേ. അതിൻ്റെ പാറ്റേൺ സിമ്പൽ വരുന്നത് ഒരു T വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ 2 ലൈൻസ് വരും. ഓക്കെ, ഇതാണ് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ പാറ്റേൺ വരുന്നത്. നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു 2.5 mm ഹുക്ക് സെറ്റും ഒരു പിങ്ക് കളർ, ലൈറ്റ് പിങ്ക് കളർ യാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ ഞാനൊരു സ്ലിപ്പ് നോട്ട് ഇടുകയാണ്. ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ ഈ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. സ്ലിപ്പ് നോട്ടായി. ഇനി ഞാനിവിടെ ഒരു 14 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ചെയിൻ സ്റ്റിച്ച് ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചുകൾക്ക് നമ്മൾ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യാം. സിംഗിൾ ക്രോഷേക്ക് സ്റ്റിച്ചിന് യാൺ ഓവർ ചെയ്യേണ്ട, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക. ഹാഫ് ഡബിൾ ക്രോഷേക്ക് 1 ടൈം യാൺ ഓവർ ചെയ്ത് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തതിൽ ഇൻസേർട്ട് ചെയ്യുക. ഡബിൾ ക്രോഷേ സ്റ്റിച്ചിന് 1 ടൈം യാൺ ഓവർ ചെയ്ത് 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് നാലാമത്തതിൽ ഇൻസേർട്ട് ചെയ്യുക. ട്രിപ്പിൾ ക്രോഷേക്ക് 2 ടൈം യാൺ ഓവർ ചെയ്ത് 4 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 1 കാണാൻ പറ്റുന്നില്ലേ? 1 2 3 4 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 5th വണ്ണിൽ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 1 2 3 4 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇതാണ് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച്. അതായത് ഡബിളിനേക്കാളും ഹൈറ്റ് കൂടിയതാണ് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് കേട്ടോ. വീണ്ടും 2 ടൈം യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, അടുത്ത 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇനി വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, വീണ്ടും 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക. പുറത്തേക്ക് വലിക്കുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ 2, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. പുൾ ത്രൂ 2, പുൾ ത്രൂ 2, പുൾ ത്രൂ 2. ഓക്കെ, ഇതാണ് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച്. നീറ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അതിന് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്താലാണ് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് മുന്നേ കാണിച്ച സ്റ്റിച്ചുകളൊക്കെ എല്ലാവരും പഠിച്ചായിരുന്നോ? ഞാൻ അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചിട്ട് ഗ്യാപ്പ് തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത് കേട്ടോ. നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റിച്ചൊക്കെ പെർഫെക്ഷൻ ഉള്ളതാവുള്ളൂ. മുന്നത്തെയൊക്കെ നന്നായിട്ട് പഠിക്കണേ. പുൾ ത്രൂ 2, പുൾ ത്രൂ 2, പുൾ ത്രൂ 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക. ഔട്ട് സൈഡിലേക്ക് എടുക്കുക. പുൾ ത്രൂ 2, pull through 2, pull through 2.
ഓക്കെ, ഇങ്ങനെ കിട്ടും. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക. പുൾ ത്രൂ 2, പുൾ ത്രൂ 2, പുൾ ത്രൂ 2. ലാസ്റ്റ് സ്റ്റിച്ച് ആവാറായിട്ടുണ്ട്. ഇൻസേർട്ട് ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. പുൾ ത്രൂ 2, പുൾ ത്രൂ 2, പുൾ ത്രൂ 2. ഓക്കെ, ഇതാണ് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച്. ഇനി നമുക്ക് വർക്ക് മുന്നോട്ട് ചെയ്യണം. അതിനു വേണ്ടി നമ്മളിവിടെ എത്ര ചെയിനാണ് സ്കിപ്പ് ചെയ്തത്? 4 ചെയിനാണ് നമ്മൾ സ്കിപ്പ് ചെയ്തത്. ആ 4 ചെയിൻ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാം. 1 2 3 4. ദെൻ നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. 2 ടൈം യാൺ ഓവർ ചെയ്യുക. 1 2 3 4 ചെയിൻ സ്കിപ്പ് ചെയ്ത് 5th 1 എന്ന് പറയുമ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ നേരെ തന്നെ വരും കേട്ടോ. മുകളിലേക്ക് വലിക്കുക. പുൾ ത്രൂ 2, പുൾ ത്രൂ 2, പുൾ ത്രൂ 2. അങ്ങനെ നമ്മൾ ഈ എല്ലാ സ്റ്റിച്ചസിലൂടെയും നിങ്ങൾ ചെയ്യണം. ഇതിൽ എല്ലാ സ്റ്റിച്ചസിലും ചെയ്യുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, ഈ ഒരു ചെയിന് 2 ലൂപ്പുകൾ വരുന്നുണ്ട്. കണ്ടോ? ഇത് നമ്മുടെ ഫ്രണ്ടിലുള്ള ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. ഓക്കെ, ഈ 2 ലൂപ്പിലൂടെയും നമ്മൾ എടുത്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഓക്കെ, പിന്നെ ബോയ്ക്കൊക്കെ നമ്മൾ ഒരു ലൂപ്പിലൂടെ എടുക്കുന്നത് ബോയ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുൾ ത്രൂ 2, പുൾ ത്രൂ 2, പുൾ ത്രൂ 2. യാൺ ഓവർ ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുക. പുൾ ത്രൂ 2, പുൾ ത്രൂ 2, പുൾ ത്രൂ 2. ഈ വർക്ക് ഇതും ഫുള്ള് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, വർക്ക് ഞാനത് ഫുള്ള് തീർത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് മുകളിലേക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും 4 സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലേക്ക് വർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ 14 സ്റ്റിച്ചാണ് ടോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 10 ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്ത ചെയിനാണ് കേട്ടോ. ഇത് നമ്മൾ കൗണ്ട് ചെയ്യണ്ട, ബാക്കിയുള്ളതെല്ലാം കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9 10. മേളിലേക്ക് 1 2 3 4 5 6 7 8 9 10. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള ചെയിനാണ്. ഓക്കെ, അത് 1 TR ആയിട്ട്, അതായത് ഒരു ട്രിപ്പിൾ ക്രോഷേ ആയിട്ടാണ് ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 11 ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് നമുക്ക് 2 റൗണ്ടിലും കിട്ടിയിട്ടുണ്ടാവണം. ഇത് നിങ്ങൾക്ക് യാൺ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയിൻ 1 ചെയ്യുക, എന്നിട്ട് യാൺ കട്ട് ചെയ്ത് മാറ്റുക, എന്നിട്ട് ഹുക്കിനെ വെറുതെ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഇത് ടൈറ്റ് ചെയ്താൽ നോട്ട് അവിടെ ടൈറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച്. നല്ല കളറായിട്ടുള്ള യാണുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, ട്രൈ ചെയ്യുക. എങ്ങനെയുണ്ടെന്നെല്ലാം കമൻറ്റ് ബോക്സിൽ ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു ഫ്ലവർ ചെയ്യാൻ പഠിക്കാം. ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു റോസ് ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ.